Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam, affiliated to CBSE, Delhi. കടുവ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയതായി തൊഴിലാളികൾ. കഴിഞ്ഞ ദിവസം രാത്രി കാളികാവ് പാറശ്ശേരി മഞ്ഞൾപ്പാറ ഭാഗത്ത് തറപ്പിൽ ജോണിയുടെ തോട്ടത്തിൽ കടുവയെ കണ്ടതായാണ് വെളിപ്പെടുത്തൽ. തുടർന്ന് ഈ മേഖലയിൽ ദൗത്യസംഘം പരിശോധിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഇവിടെ നിർമ്മാണം നടക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് എത്തിയ ലോറിയിലെ തൊഴിലാളികൾ കണ്ടതായാണ് പറയപ്പെടുന്നത്. തിരച്ചിലിനിടെ നേരത്തെ ഈ സ്ഥലത്ത് കടുവയുടെ കാൽപ്പാടും ചിത്രങ്ങൾ ക്യാമറയിലും പതിഞ്ഞിരുന്നു. 50 ഏക്കർ എന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഇന്നലെ കടുവ കണ്ടത്. ഈ പ്രദേശത്ത് ഇവിടെ അടുത്തൊരു വീട് പണി നടക്കുന്നുണ്ട്. അവിടേക്ക് സാധനമായിട്ട് വന്ന കോഴിക്കോട് നിന്നൊരു വണ്ടിക്കാർ വന്നിരുന്നു. അവരാണ് ആ കടുവനെ കണ്ടത്. അവർ ഭയപ്പെട്ട് ഇവിടെ വീട്ടിൽ അത് അഭയം തേടിയാണ് പിന്നെ പോയതൊക്കെ. ഈ പ്രദേശത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും വളരെ ഭയപ്പാടോടെ നിൽക്കുന്നത്. ഫോറസ്റ്റുകാരൊക്കെ തിരയുന്നുണ്ടെങ്കിലും അതിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ക്യാമറയിൽ കണ്ടെത്തിയാൽ തന്നെ അതിനെ പിടിക്കാനോ വെടിയാക്കാനോ ഒന്നും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലാണ് ജനങ്ങളെ പരാതി. ഈ പ്രദേശത്തുകാർ ഭയങ്കര ഭയപ്പാടിലാണ് ഇപ്പോൾ. ഇടയ്ക്കിടെ കടുവയെ കാണുന്നതായ വിവരം മേഖലയിൽ വീണ്ടും ഭയം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.